ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ തലവൻ അലി ലാരിജാനിയുടെ വധം പശ്ചിമേഷ്യൻ യുദ്ധമുഖത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ലാരിജാനിയുടെ വധത്തിന് ഇറാൻ നൽകുന്ന തിരിച്ചടി വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി മാറ്റും എന്നാണ് പലരുടെയും സംശയം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾക്ക് പോലും ഇറാൻ ഇനി തയ്യാറാക്കാൻ സാധ്യതയില്ല. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നടക്കുന്നൊരു വാർത്തയായിരുന്നു നമ്മളെ തേടി പ്രഭാതത്തിൽ വന്നത്. വി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇറാനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇദ്ദേഹത്തിന്റെ മരണം. എന്നാൽ ഇത് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കും എന്ന് യുദ്ധകാല നിരീക്ഷകർ സംശയിക്കുന്നു. SKN ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അലി ലാരിജാനി. അവിടുത്തെ ഇറാന്റെ സുരക്ഷാ കൗൺസിലിന്റെ തലവനായിട്ടുള്ള അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയ സംഭവം. ഇസ്രായേൽ ഈ അലി ലാരിജാനിയെ കൊലപ്പെടുത്തിയെന്ന വാർത്ത ഇന്നലെ അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായത്. അലി ലാരിജാനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ച് അലി ലാരിജാനി എന്നാൽ പാശ്ചാത്യ ലോകവുമായുള്ള ഒരു പ്രധാനപ്പെട്ട ബന്ധമായിരുന്നു. പ്രത്യേകിച്ച് ഇറാനെ സൗഹൃദ രാഷ്ട്രം എന്ന നിലയിൽപ്പെടുത്തിയിട്ടുള്ള ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട പാലം എന്ന് പറയുന്നത് അലി ലാരിജാനിയായിരുന്നു. മാത്രമല്ല, അയത്തുള്ള അലി ഖമനിയുടെ ഈ കൊലപാതകത്തിന് ശേഷം, വധത്തിന് ശേഷം പിന്നീട് അലി ലാരിജാനിയാണ് അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം രംഗത്തെത്തിയത്. അവർ ഇറാന്റെ ഹൃദയമാണ് തകർത്തത്. അതിന് ഇറാൻ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഹൃദയം തകർക്കും എന്നായിരുന്നു നേരത്തെ അലി ലാരിജാനി പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളുമായെല്ലാം കൂടുതൽ ഇറാനെ സംബന്ധിച്ച് പിന്തുണ തേടുന്നതിനുമൊക്കെ അലി ലാരിജാനി ശ്രമം നടത്തിയിരുന്നതാണ്. അലി ലാരിജാനിയെ സംബന്ധിച്ച് ഒരു മതപണ്ഡിതൻ എന്നത് മാത്രമല്ല, അത് ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ വിദ്യാഭ്യാസ പരിഷ്കരണ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസമടക്കം നേടിയിട്ടുണ്ട്. അലി ലാരിജാനിയുടെ മകൾ തന്നെ അമേരിക്കയിൽ നിന്നാണ് മെഡിക്കൽ ബിരുദം നേടിയിരുന്നത്. നേരത്തെ കമ്പ്യൂട്ടർ സയൻസിലും ഫിസിക്സിലുമൊക്കെ ബിരുദധാരിയായിരുന്നു അലി ലാരിജാനി. പിന്നീടാണ് അദ്ദേഹം ഈ ദാർശനിക തലത്തിലേക്ക്, ലോകത്ത് തന്നെ പാശ്ചാത്യ ലോകത്തടക്കമുള്ള ദാർശനിക തത്വചിന്ത മേഖലയിലേക്കൊക്കെ അലി ലാരിജാനി കടന്നത്. ഇമ്മാനുവൽ കാന്റായിരുന്നു PhDക്ക് അദ്ദേഹത്തിൻ്റെ തീസിസ്. ഇമ്മാനുവൽ കാന്റുമായി ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഒരു വിശാലമായ വീക്ഷണം അലി ലാരിജാനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ അലി ലാരിജാനിയും കൊല്ലപ്പെട്ടതോടുകൂടി ഈ സൈനിക നേതൃത്വത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ആളുകളെയെല്ലാം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഇത് ഈ സമയത്ത് തിരിച്ചടി നൽകും, ശക്തമായ തിരിച്ചടിയായിരിക്കും. മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഇനി പഴയതുപോലെ ആകില്ല എന്നെല്ലാമുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇസ്രായേലിൽ കടുത്ത ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചടി, അതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ ലോകം സശ്രദ്ധ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.